Happy birthday to you. Happy birthday. Happy birthday. Happy birthday. Happy birthday. ഇതൊക്കെ എപ്പോഴാ ചെയ്തത്? ഗംഭീരായിട്ടുണ്ട്. പ്രിയങ്ക വന്നതിന് ശേഷമുള്ള വരുണിന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? അത് ഗംഭീരമാക്കാതെ പറ്റുമോ? എന്താടാ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പോലും നിന്നെ ഞങ്ങൾക്ക് നേരെ ചൊവ്വേ കിട്ടാറില്ലല്ലോ. അപ്പൊ കിട്ടിയ അവസരം ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് എന്റെ സമ്മാനം. താങ്ക് യു മുത്തശ്ശി. അച്ഛന്റെ സമ്മാനം. എല്ലാരും സമ്മാനം കൊടുക്കുന്നുണ്ടല്ലേ? ഞാനിപ്പോ വരാം. ഉർവശി കൊടുക്ക്. താങ്ക് യു. നല്ല വീട്ടുണ്ടല്ലോ. കൽപ്പന കൊടുക്കുന്നില്ലേ? Many, many happy returns of the day, Varun. താങ്ക് യു ഏട്ടത്തി. താങ്ക് യു. നിനക്ക് ഇഷ്ടപ്പെട്ട സമ്മാനാടാ? ക്യാമറ. ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഏട്ടാ. ഇവരൊക്കെ വരുമാനമുള്ളവരാ. ഒരു തൊഴിൽ രഹിതനായി എനിക്ക് തരാൻ ഇതേ ഉള്ളൂ. സോവിടാ. താങ്ക് യു. ഞാൻ പിന്നെ തൊഴിൽ രഹിതം മാത്രമല്ല, ഒരു ദരിദ്രവാസിയും കൂടി. ശരിയാ. കിട്ടിയ സമ്മാനങ്ങളിൽ കൊള്ളാവുന്ന എന്തെങ്കിലും എടുത്തിട്ട് ബാക്കി മിച്ചം വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാലേ വളരെ സന്തോഷം. താങ്ക് യു. ഹാപ്പിയാണോ? ആ. എല്ലാരും കൊടുത്തല്ലോ അല്ലേ? ഇനി ഞാൻ കൊടുത്തോട്ടെ. വരുൺ, ഇത് ഇന്ന് വരുണിന് ഇടാനുള്ള ഡ്രസ്സാ. വരുണിന് ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് എനിക്കിഷ്ടപ്പെട്ട നിറം. വരുണിന് ചേരും. മോളിതൊക്കെ എപ്പോ വാങ്ങിച്ചു? എനിക്കറിയാം നിങ്ങളെല്ലാരും കൂടെ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പൊ പിന്നെ ഞാൻ മോശമാവാൻ പാടുണ്ടോ? എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിലേക്ക് ഇന്ന് പോകുമ്പോ കണ്ട ആളല്ല തിരിച്ചു വന്നപ്പോ. മുഖത്തൊരു തെളിച്ചമൊക്കെ ഉണ്ട് അല്ലേ പത്മിനി? അത് ഞാൻ ശ്രദ്ധിച്ചു. ആ ശരിയാ. അവിടെ എത്തിയപ്പോ എന്റെ മനസ്സ് വല്ലാതൊന്ന് ഫ്രഷായി. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച കാഴ്ച കണ്ടു, പറയണമെന്ന് ആഗ്രഹിച്ചൊക്കെ പറഞ്ഞു. സോ ഈ ബർത്ത്ഡേ എന്തുകൊണ്ട് എനിക്ക് സ്പെഷ്യലാണ്. എന്നാ പിന്നെ ഇനി കേക്ക് കട്ടിങ്. പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോ. ശരി, ഇന്നത്തെ ബർത്ത്ഡേ അല്ലേ, എന്റെ പ്രിയപ്പെട്ടവള് എനിക്ക് തന്ന സമ്മാനം ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കുക.
മോള് നോക്കിക്കോ. മോളെ അവന് പൂർണ്ണമായും ഇഷ്ടമാണെങ്കിൽ മോള് കൊടുത്ത ഡ്രസ്സ് അണിഞ്ഞ് അവൻ വരും. എന്നും പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടുള്ള ആളാണ് വരും. ഇക്കാര്യത്തിൽ എങ്ങനെയാവോ എന്തോ. അതിനെക്കുറിച്ച് കൽപ്പനയ്ക്ക് പേടി വേണ്ട. അമ്പലത്തിൽ പോയി വന്നപ്പോ അവന്റെ മാറ്റം കണ്ടില്ലേ? മനസ്സിലുള്ള ആശങ്കകളൊക്കെ ഒഴിഞ്ഞു എന്നാ. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ ഏട്ടത്തി. പ്രശ്നങ്ങൾ മാറിയ വരുൺ തന്നെ നമ്മളോടത് പറയുമല്ലോ. സത്യത്തിൽ ഈ തർക്കത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ എല്ലാവരുടെ ആവശ്യം അവരൊന്നിച്ച് നന്നായി ജീവിക്കണമെന്നല്ലേ? അപ്പൊ കാര്യങ്ങൾ പോസിറ്റീവായിട്ടല്ലേ എടുക്കേണ്ടത്? അവൻ വരട്ടെ. ആ ഇതാളെത്തിയല്ലോ. മുമ്പേ ഷർട്ട് എടുത്ത ആളുടെ സെലക്ഷൻ കൊള്ളടാ. ഉള്ളോ? ഞാൻ തന്നത് ഇതല്ല. എനിക്ക് പ്രിയപ്പെട്ടവള് തന്നത് ഇതാ. സോ എനിക്ക് ഏറ്റവും വില പിടിച്ചത് ഇതാ. ആ എന്നാ വാടാ കേക്ക് കെട്ടിയ. ഓ പിന്നെന്താ, കട്ടിയാ മേ. Happy birthday to you. Happy birthday to you. Happy birthday വരുൺകുട്ടാ. Happy birthday to you. ആദ്യം പ്രിയങ്ക മോൾക്ക് കൊടുക്ക്. ഇനി അങ്ങനല്ലേ വേണ്ടത്. ആ ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. കൃഷ്ണനോട് രാധ ചേർന്നിരിക്കുന്നത് പോലെ എന്നോട് ചേർന്നിരിക്കുന്ന ആൾക്കാണ് ഇത്. വിവാഹം കഴിഞ്ഞതോടെ വരുൺ പരിപൂർണ ഭക്തനായല്ലോ. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അതെ, ഞാനിപ്പോ ഭക്തനാണ്, പ്രണയത്തിന്റെ ഭക്തൻ. അതെ, ഈ നിൽക്കുന്നവരെല്ലാം നമ്മുടെ പ്രണയത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. പക്ഷെ എൻ്റെ രാധ നീയല്ല, നിനക്കതാവാൻ പറ്റില്ല.
ഏട്ടാ താങ്ക് യു ഏട്ടാ. ഹാപ്പി ബർത്ത്ഡേ. മുത്തശ്ശി. താങ്ക് യു അച്ഛാ. അമ്മേ. താങ്ക് യു. come on. കരേജ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഏട്ടത്തി. ഹാപ്പി Thank you. ബർത്ത്ഡേ. ബിജു. ഓ, എനിക്ക് കഴിച്ചു കഴിച്ചു. വരുണിന് കൊടുക്കുമോളെ. പകരക്കാരിൽ നിന്ന് സ്വീകരിച്ചാലും തരുന്നവളെ എൻ്റെ പ്രിയപ്പെട്ടവളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ പാചകം തുടങ്ങല്ലേ പ്രിയങ്ക? എന്തേലും ടെൻഷൻ ഉണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കൂ ഉർവശി. അയ്യോ എടുത്തി, എന്ത് രാവിലെ എണീറ്റപ്പോ മുതല് എന്റെ വലത് കൈക്ക് ഒരു തരിപ്പ് പോലെ. ഞാൻ എന്തെങ്കിലും ചെയ്താലേ ശരിയാവില്ല. സാധാരണ ഒരു തലവേദന വന്നാ പോലും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്ന ആളാണല്ലോ ഉർവശി. കൈതരിച്ചിട്ട് എന്താ പറയാതിരുന്നേ? വരുണിന്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയണ്ടെന്ന് കരുതി. ഓ അങ്ങനെ. എന്നാ പിന്നെ നമ്മുടെ ഫാമിലി ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അയ്യോ വേണ്ട വേണ്ട, റെസ്റ്റ് എടുത്ത് മാറിക്കോളും. അപ്പൊ പിന്നെ മരുമക്കള് രണ്ടുപേരും കൂടി മത്സരിച്ചങ്ങ് ചെയ്യട്ടെ അല്ലേ അമ്മേ? ആ, അടുക്കള കാര്യത്തിൽ ഞാൻ ആരോടും മത്സരിക്കാനില്ല. ഞാൻ തോറ്റു പോകുന്നത് കൊണ്ട് തന്നെയാണെന്ന് കൂട്ടിക്കും. എനിക്കാണെങ്കിൽ ഒരു കാര്യവും അറിയില്ല. അതുകൊണ്ട് എന്നെ ആരും സഹായത്തിന് വിളിക്കാൻ വേണ്ട. പത്മിനി, ഇന്നലെ പ്രിയങ്ക മോള് പാചകം ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ആരാ? ഇവര് രണ്ടുപേരും അല്ലേ? അതെ അമ്മേ. അപ്പോ എല്ലാവരും ചേർന്ന് സഹായിക്കാന്നും പറഞ്ഞിരുന്നു. കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. പ്രിയങ്ക മോളെ അവർക്കൊന്ന് പരീക്ഷിക്കണം അല്ലേ കൽപ്പനെ? പറഞ്ഞു പറഞ്ഞ് മത്സരമായിട്ട് മുത്തശ്ശി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത്രയും പേർക്ക് വെച്ച് വിളമ്പാനുള്ള ശേഷി ദേവനാരായണൻ തിരുമേനിയുടെ മകൾ കൊണ്ടുവന്നൊന്ന് അറിയണമല്ലോ. അങ്ങനെ ചെയ്താൽ പ്രിയങ്ക മോളെ അംഗീകരിക്കോ നിങ്ങൾ രണ്ടുപേരും? ആ തീർച്ചയായും. പിന്നെ പ്രിയങ്ക ഉണ്ടാക്കുന്ന വിഭവങ്ങള് വായിൽ വെക്കാൻ കൊള്ളത്തില്ലെങ്കിൽ അങ്ങനെ തന്നെ മുത്തശ്ശി അമ്മയും തുറന്ന് പറയണം. അല്ലാതെ പുതിയതായി കയറി വന്ന മരുമകളല്ലേന്ന് കരുതി എല്ലാം മറന്നു കളയരുത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡിമാൻഡ് പറയാനുണ്ട്. എന്താ മോളെ? ഏട്ടത്തി വെല്ലുവിളിച്ചത് എന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഒരാള് പോലും, അത് അമ്മയായാലും മുത്തശ്ശിയായാലും, അടുക്കളയിലേക്ക് വരാൻ പാടില്ല. എന്നിട്ട് എല്ലാം റെഡി ആവുന്നത് വരെ അടുക്കള പൂട്ടും. അയ്യോ അതൊന്നും വേണ്ട മോളെ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? തനിച്ചൊന്നും നടക്കില്ല. നടത്തി കാണിച്ചു തരാമേ. പത്മിനി, മോളുടെ വാക്കിൽ അത് ചെയ്യാനുള്ള ധൈര്യമാണ്. മോള് ചെയ്യട്ടെ. അപ്പോ എല്ലാരും ഇറങ്ങിക്കും. മോളെ ഞാൻ കൂടെ നിൽക്കാം. വേണ്ട അമ്മേ, എല്ലാം നന്നായി നടക്കട്ടെ. വാ. ശരി ശരി. ഒരു മലയാണ് തലയിലെടുത്ത് വെക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേ
കഴുത്തൊടിയും. ചെറിയമ്മ പേടിക്കണ്ട. ഒടിയാത്ത കഴുത്തുമായിട്ട് ഞാൻ മുൻപിൽ വന്ന് നിന്നോളാം. ആ വാശി നല്ലതാ. അതിന്റെ തൊട്ടടുത്ത വാക്ക് നാശം. അത് ഏട്ടത്തിയുടെ ആഗ്രഹമല്ലേ? എന്റെ വാക്ക് ഏട്ടത്തിയുടെ നാശമാകാതെ നോക്കിയാ മതി. ഇറങ്ങി രണ്ടുപേരും പോവാൻ. ഇവളെന്തായി കാണിക്കുന്നത്? നോക്കാൻ ചെറിയമേ. ഏതായാലും ഇന്നത്തോടെ തീരും ഇവളുടെ അഹങ്കാരം. പ്രിയ, അതെ, ഞാൻ അടുക്കളയിൽ നിന്ന് എല്ലാരെയും പുറത്താക്കിയിരിക്കുക. കുറെ സമയത്തേക്ക് ഇങ്ങോട്ട് ആരും വരില്ല. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞു തന്നാ ചിലപ്പോ നിനക്ക് മനസ്സിലാവത്തില്ല. ഞാനിവിടെ ഓരോന്നായിട്ട് പാചകം ചെയ്യാം. നീ അത് നോക്കി ചെയ്താ മതി. അവിടെ ആരും ഇല്ലേ? ഭാഗ്യം. മുത്തശ്ശിയും കൊണ്ട് അമ്മ ഡോക്ടറെ അടുത്തേക്ക് പോയിരിക്കാം. തിരിച്ചു വരാൻ അവരെന്തായാലും കുറച്ച് വൈകും. അപ്പോഴേക്കും നമുക്ക് ഈ പണികളെല്ലാം തീർക്കണം. ശരിയാവൂല്ലോ അല്ലേ? നീ സമാധാനായിട്ടിരിക്കേ, ഞാനല്ലേ പറയുന്നത്. ശരി, എന്നാ തുടങ്ങാം. ആദ്യം അവിയല് തുടങ്ങാം. നീ ആദ്യം ആ പച്ചക്കറികൾ എന്നെ കാണിച്ച്. ശരി. ഓക്കെ. ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാവോ? ശരി.